ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പുതിയൊരു ദശകം പഠിക്കാം. ദശകം 78. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് രേവതി പരിണയം, രുക്മിണിയുടെ സന്ദേശം ഭഗവാനെ അറിയിക്കുന്നതിനെ കുറിച്ചുമാണ്. രേവതി പരിണയം, രുക്മിണിയുടെ പ്രാർത്ഥന. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു, വിശ്വകർമാവ് ഭഗവാനു വേണ്ടി ഒരു പുരം നിർമ്മിച്ചുവെന്ന്. അതാണ് ദ്വാരക. ഭഗവാൻ തൻ്റെ ശരീരശോഭ കൊണ്ട് ഈ നഗരത്തെ കൂടുതൽ പ്രകാശമാനമാക്കി തീർത്തു. ആനർത്തത്തിലെ രാജാവായ രേവതൻ സത്യലോകത്ത് ചെന്ന് രേവതിയെ ബലരാമന് കൊടുക്കാമെന്ന് ബ്രഹ്മവചനമനുസരിച്ച് രേവതിയെ ബലരാമന് വിവാഹം ചെയ്തു കൊടുത്തു. യാദവരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ഭഗവാനും ഒന്നിച്ച് വിവാഹം ആഘോഷം പൂർവം കേമമാക്കി. വിദർഭ മഹീപതിയായ ഭീഷ്മകൻ്റെ മകൾ രുക്മിണി ഭഗവാനിൽ അനുരക്തയായിരുന്നു. അവളെ ശ്രീകൃഷ്ണന് കൊടുക്കാൻ ഭീഷ്മകനും തീരുമാനിച്ചു. പക്ഷേ അറിവില്ലാത്ത രുക്മി സഹോദരിയെ തൻ്റെ മിത്രമായ ചേതി രാജാവും ദുഷ്ടനുമായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തീരുമാനമെടുത്തു. വളരെ നാളുകളായി ഭഗവാനെ സ്നേഹിക്കുന്ന രുക്മിണി തൻ്റെ സഹോദരൻ്റെ തീരുമാനമറിഞ്ഞ് അവൾ തൻ്റെ ദുഃഖം ഭഗവാനെ അറിയിക്കാൻ വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ ദ്വാരകയിലേക്ക് അയച്ചു. ദുഷ്ടന്മാർക്ക് കടക്കാനാകാത്ത ദ്വാരകയിൽ എത്തിച്ചേർന്നിട്ട് സൽക്കാരം സ്വീകരിച്ച് സന്തുഷ്ടനായ ബ്രാഹ്മണൻ കുണ്ടിനത്തിലെ ഭീഷ്മകപുത്രിയും സർവഗുണങ്ങളും തികഞ്ഞവളും സുന്ദരിയുമായ രുക്മിണിയുടെ സന്ദേശം ഭഗവാനെ അറിയിച്ചു. താൻ ഭഗവാനെ സ്നേഹിക്കുന്നതും സഹോദരൻ ദുഷ്ടനായ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതും മറ്റും തന്നെ രക്ഷിക്കാൻ വരണമെന്നും എനിക്കൊരേ ആശ്രയം ഭഗവാനാണ്, ഭഗവാൻ കൈവിട്ടാൽ പിന്നെ ഞാൻ ജീവിതം തന്നെ ഉപേക്ഷിക്കും, ഇപ്രകാരം രുക്മിണി പറഞ്ഞയച്ചതായി ബ്രാഹ്മണൻ ഭഗവാനെ അറിയിച്ചു. രുക്മിണിയുടെ നിലയറിഞ്ഞ് ഭഗവാൻ വളരെയധികം ചഞ്ചലചിത്തനായിത്തീർന്നു. അതിനു മറുപടിയായി ഭഗവാൻ പറഞ്ഞു, അല്ലയോ സ്നേഹിതനായ ബ്രാഹ്മണ, രുക്മിണിക്കുള്ളതിനേക്കാൾ കൂടുതൽ മന്മഥപീഡ എനിക്കുണ്ട്. അതിനാൽ ഞാനും അവളുടെ സമീപമെത്തി സുന്ദരിയും സുശീലയും എന്നിൽ അനുരക്തയും പ്രിയയുമായിരിക്കുന്ന രുക്മിണിയെ ഞാൻ രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ സ്വയംവര സദസ്സിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോരും. ഭഗവാൻ സ്വയംവര പന്തലിൽ നിന്ന് തന്നെ രുക്മിണിയെ കൂട്ടിപ്പോരുമെന്ന് കേട്ട് ആ ബ്രാഹ്മണൻ വളരെയധികം സന്തോഷിച്ചു. ദാരുകൻ കൊണ്ടുവന്ന തേരിൽ ഭഗവാനോടൊപ്പം കയറി ആ ഒരു രാത്രി കൊണ്ട് തന്നെ തേരോടിച്ചു പോയി. രാവിലെ തന്നെ കുണ്ടിന നഗരത്തിൽ അവർ എത്തിച്ചേർന്നു. ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 78. രേവതി പരിണയം, രുക്മിണിയുടെ പ്രാർത്ഥന. ശ്ലോകം 1. ത്രിദിവവർദ്ധകവർദ്ധിതകൗശലം ത്രിദശദത്തസമസ്തവിഭൂതിമത് ജലധിമധ്യഗതം ത്വമഭൂഷയാ നവപുരം വപുരഞ്ജിതരോചിഷ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത് ജലധി മധ്യഗതം ത്വം അഭൂഷയോ നവപുരം വപുർ അഞ്ജിത രോചിഷ. അർത്ഥം: ത്വം അങ്ങ്
ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം. ദേവശില്പിയായ വിശ്വകർമാവിനാൽ ഉദാരമാക്കി ശില്പകൗശലത്തോടു കൂടിയതും ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത്. ദേവന്മാരാൽ നൽകപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളോടു കൂടിയതും ജലധിമധ്യഗതം സമുദ്രമധ്യത്തിലുള്ളതുമായ നവപുരം പുതിയ നഗരത്തെ ദ്വാരകാപുരിയെ വപുരഞ്ജിതരോചിഷ ശരീരത്തിൻ്റെ ഉജ്ജ്വലമായ കാന്തി കൊണ്ട് അഭൂഷയ അലങ്കരിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം എങ്ങനെ ചൊല്ലാമെന്നും. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം. വർദ്ധകി എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വർദ്ധിത അവിടെ അതേപോലത്തെ തീന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കൗശലം ചേർത്ത് ചൊല്ലുമ്പോൾ ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം. ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത്. വിഭൂതിമത് ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത്. ജലധി മധ്യഗതം. ജലധി എന്നുള്ളതിൻ്റെ ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മധ്യഗതം എന്നുള്ളതിൻ്റെ ധ്യാന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വം അഭൂഷയോ. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ ജലധി മധ്യഗതം ത്വമഭൂഷയ നവപുരം വപുർ അഞ്ജിത രോചിഷ. അഞ്ജിത എന്നുള്ളതിന് ഞാ ചാന്നാണ്. നമ്മളത് ചേർത്ത് ചൊല്ലുമ്പോൾ നവപുരം വപുരഞ്ജിത രോചിഷ. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത്. ജലധി മധ്യഗതം ത്വമഭൂഷയ നവപുരം വപുരഞ്ജിത രോചിഷ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ദദുഷിരേവത ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിധിശാസനാത് മഹിതമുത്സവഘോഷമപൂപുഷ സമുദിതൈർമുദിതൈ സഹയാദവൈ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ദദുഷി രേവത ഭൂഭൃതി രേവതീം ഹലഭൃതേ തനയാം വിധി ശാസനാത് മഹിതം ഉത്സവ ഘോഷം അപൂപുഷ സമുദിതൈർ മുദിതൈ സഹ യാദവൈ. അർത്ഥം: വിധിശാസനാത് ബ്രഹ്മാവിൻ്റെ കൽപ്പന നിമിത്തം രേവത ഭൂഭൃതി രേവത രാജാവ് തനയാം പുത്രിയായ രേവതീം രേവതിയെ ഹലഭൃതേ ബലരാമനായിട്ട് ദദുഷി കൊടുത്ത അവസരത്തിൽ സമുദിതൈ ഒന്നിച്ചുകൂടിയവരും മുദിതൈ സന്തുഷ്ടരുമായ യാദവൈ യാദവന്മാരോടുകൂടി മഹിതം മഹത്തായ ഉത്സവഘോഷം ഉത്സവാഘോഷം അപൂപുഷ അവിടുന്ന് പോഷിപ്പിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകളിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം എങ്ങനെ ചൊല്ലാമെന്നും. ദ ദുഷി ദ ദു അതെല്ലാം ദയിലത്തെ ദ എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. രേവത ഭൂഭൃതി ഭൂ എന്നുള്ള അക്ഷരം അതേപോലെ ഭൃ എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രേവതീം നീട്ടിയിട്ട് മുർക്കം. ഹലഭൃതേ ഭൃ എന്നുള്ള അക്ഷരം ഇവിടെയും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തനയാം നീട്ടിയിട്ട് മുർക്കം. വിധിശാസനാത് വിധി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മഹിതം ഉത്സവഘോഷം അപൂപുഷ നമ്മളത് ചേർത്ത് ചൊല്ലുമ്പോൾ മഹിതമുത്സവഘോഷമപൂപുഷ അങ്ങനെ വരും. ഖോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഉത്സവ എന്നുള്ളതിൻ്റെ ത് സ എന്നാണ് ചേർത്ത് ചൊല്ലുമ്പോൾ. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സമുദിതൈർ എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് സാന്ന് ചൊല്ലണം. സമുദിതൈർ മുദിതൈ
അവിടെ അതേപോലെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സഹ എന്നുള്ളതിന് ഒരു സാന്ന് മതി. യാദവൈ അവിടെ ലാസ്റ്റിൽ വിസർഗം. ദദുഷിരേവത ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിധിശാസനാത് മഹിതമുത്സവഘോഷമപൂപുഷ സമുദിതൈർമുദിതൈः സഹ യാദവൈ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.